റിവ്യൂ അല്ലേ. ഒരു കഥ சொல்லட்டுமா? കഥയുടെ പേര് സമീറ റെഡ്ഡി. തീവ്രവാദിയോ കാ തീവ്രവാദി അത് മതി. രചന സംവിധാനം കയോസെ ഇറാനി, നിർമ്മാണം കരൺ ജോഹർ, ആർഡർ പൂനാവാല. തിരശീലയിൽ നിങ്ങളുടെ കഷ്ടതാരങ്ങൾ. കഥ നടക്കുന്നത് അങ്ങ് ദൂരെ കാശ്മീർ പഞ്ചായത്തിലെ 8ാം വാർഡിലാണ്. അവിടെയാണ് നമ്മുടെ തീവ്രവാദിയോ കാ തീവ്രവാദി മുഹസിൻ പരാരി ഉള്ളത്. പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി ആരാണെന്ന് ആർക്കും അറിയില്ല, പുള്ളിക്ക് പോലും അറിയില്ല. പക്ഷേ എല്ലാ തീവ്രവാദികളുടെയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ പുള്ളിയാണ്, ഇൻകോഗ്നിറ്റോ അഡ്മിൻ. പോരാത്തതിന് പട്ടാളക്കാരുടെ ഗ്രൂപ്പിൽ വരെ ഉണ്ട്. അതോടൊപ്പമാണ് പട്ടാളത്തിലെ കേണലാണ് നമ്മുടെ വിജയ് മേനോൻ. മറ്റേ ഡബ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആ വിജയ് മേനോൻ അല്ല കേട്ടോ, ഇത് വേറെ. പുള്ളിയുടെ ഭാര്യയാണ് കണ്ണ് കാണാവുന്ന ഫന മെഹർ. അവരുടെ മോൻ ഹർമോൻ. ആ മോന് വിക്കുണ്ട്, അത് വിജയ്ക്ക് ഇഷ്ടമല്ല. അവനെ എങ്ങനെയും ഒഴിവാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തീവ്രവാദികൾ വന്ന് ആ മോനെ തട്ടിക്കൊണ്ടു പോകുന്നത്. അവനെ വിട്ടുകൊടുക്കണമെങ്കിൽ വിജയ് കെട്ടിയിട്ടേക്കുന്ന 2 തീവ്രവാദികളെ വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ മോനെ സുട്ടിടുവേ. പറ്റില്ലെന്ന് വിജയ്. എന്റെ മോനെ തട്ടിക്കൊണ്ടു പോയത് നോക്കി നോടാ തെണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കൊളീഗിന്റെ മുമ്പിൽ വെച്ച് കേണലിന്റെ കവിളത്ത് ഒരു ക്ലാമ്പൽ വെച്ച് കൊടുത്തു കാജല്. അതോടെ അണ്ണൻ ചാർജായി. കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായി. തീവ്രവാദികളെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള തീരുമാനമായി. അതിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അണ്ണൻ തന്നെ തല്ലിയ പെണ്ണുമ്പിള്ളയോടുള്ള കലിപ്പ് തീർക്കാനും വിക്കുള്ള ചെക്കനെ ഒഴിവാക്കാനും വേണ്ടി രാജ്യസ്നേഹം എന്നൊക്കെ കള്ളക്കഥ പറഞ്ഞ് കേളൻ തീവ്രവാദികൾ ഒരുത്തനെ അങ്ങ് ചാമ്പി. അതോടെ തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികൾ മോനെയും സുട്ടുകൊന്നു. കാജല് കാറിൽ. പിന്നെ ഒരു 8 കൊല്ലം കഴിഞ്ഞ് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഏട്ടന്റെ മോനാണെന്ന് പറഞ്ഞ് സെയ്ഫ് അലി ഖാന്റെ മോൻ വരുന്നു. അമ്മച്ചി ഫ്ലാറ്റ്, ബട്ട് ഏട്ടന് ഡൗട്ട്. ഷടാ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നല്ലോ. ചെക്കന് വിക്കില്ല, ഒറ്റ കയ്യില് പുഷപ്പടിക്കും, പുറത്തൊക്കെ പൂച്ച മാന്തിയ വാടുണ്ട്. ഇതൊന്നും പോരാത്തതിന് സെയ്ഫ് അലി ഖാന്റെ ചായ. അപ്പൊ കാജൽ പറഞ്ഞു തന്റെ മോന് താൻ കൊടുത്തില്ല ചായ, പിന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ ചായ. ബട്ട് ഏട്ടൻ ഉറപ്പിച്ചു ഇത് ഏട്ടന്റെ ബേട്ട അല്ല, ദിസ് ഈസ് തീവ്രവാദി. പക്ഷെ സംശയം മാറ്റാൻ വേണ്ടി DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയിട്ട് നോ രക്ഷ. സെയ്ഫ് അലി ഖാനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ചെക്കൻ വിജയുടെ മോനാണ്. വിജയുടെ മോനോ? നമ്മുടെ ഗോട്ട്, മറ്റേ സ്നേഹയുടെ മോൻ. അത് വിജയ്, തലപതി വിജയ്. ഇത് വിജയ് മേനോൻ, കേളൻ വിജയ് മേനോന്റെ മോൻ. സോറി, നമ്മള് വീട് മാറി ഒന്ന് സിനിമ മാറി കയറിപ്പോയി. എല്ലാം കൊണ്ടും തകർന്നു പോയ നമ്മുടെ വിശാല ഹൃദയനായ കേളൻ മകനോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെല്ലാരും കൂടി ഒരു ട്രിപ്പിന് അങ്ങ് പോയി ഫാമിലി ആയിട്ട്. അപ്പോഴാണ് ട്വിസ്റ്റ്, ആ വൃത്തികെട്ട വ്യാളിച്ചെറുക്കൻ ശരിക്കും തീവ്രവാദിയായിരുന്നു. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പക്ഷെ തന്തേ കൊല്ലാൻ വന്ന ചെക്കൻ തള്ളയെ വെടിവെച്ചിട്ട് കാശ്മീർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ ഗ്രൗണ്ടിന് പുറത്തുള്ള ഊടുവഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു. എല്ലാം സഹിക്കാനായിട്ട് വിജയാണന്റെ ജീവിതം ഇനിയും ബാക്കി. വിജയാണൻ ഇത് ഗോട്ടല്ലേ? ഇത് ആ വിജയ് അല്ലടാ, ഇത് വിജയ് മേനോൻ, കേളൻ. പക്ഷെ ചെക്കന് മതിയായില്ല. ചെക്കൻ ഏട്ടന്റെ ഡാം തകർക്കാനായിട്ട് പിന്നെയും വന്നു ബോംബും കൊണ്ട്. പക്ഷെ തീവ്രവാദികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ ഡീറ്റെയിൽസ് ഒക്കെ മുഹസിൻ പരാരി ഏട്ടന് രഹസ്യമായി പരാതിയായിട്ട് അയച്ചു കൊടുത്തു. കേളം വിടുവോ? കേളം വ്യാളിച്ചക്കന്റെ പുറകെ വളവളാന്നോടി. അപ്പൊ ദാവരുത് വേറൊരു ട്വിസ്റ്റ്. ശരിക്കുമുള്ള തീവ്രവാദിയോ തീവ്രവാദിയല്ല, അതൊരു തീവ്രവാദിനിയായിരുന്നു, തീവ്രവാദിച്ചി. അത് മറ്റാരുമല്ല, നമ്മുടെ ഫന, ചേട്ടന്റെ ഭാര്യ കാജല്. എന്നെ പോലെ എന്റെ മോനും തീവ്രവാദനാവരുത്, ഒരു തീവ്രവാദി ആവാതിരിക്കാൻ തീവ്രമായ പ്രണയം കൊടുത്താൽ മതിയെന്ന് സെച്ചി. പക്ഷെ അതിനിടയ്ക്ക് ഒരു തീവ്രവാദം ചെക്കനിട്ട് 1 വെടി 2 വെടി 3 വെടി മുത്തലക്ക് ചെക്കൻ ദാ കിടക്കുന്ന വടിയായിട്ട് വേറൊരു വെടി ഏട്ടനിട്ടും കൊടുത്തു. സെയിം ടൈം തീവ്രവാദിച്ച് കാജലിനിട്ട് വേറൊരു തീവ്രവാദി വന്ന് 1 കുത്ത് 2 കുത്ത് 3 കുത്ത് 4ാമത്തെ കുത്ത് കാജൽ അവന്റെ നെഞ്ചത്ത് കുത്തി. പക്ഷേ ട്വിസ്റ്റ് തീർന്നില്ല കേട്ടോ. വെട്ടുകൊണ്ടാലും വെടികൊണ്ടാലും കുത്തുകൊണ്ടാലും ചാകാത്ത ഏട്ടന്റെ കൂതറ ഫാമിലി പിന്നെ എണീറ്റ് വന്നു. പക്ഷെ കാതൽ അവിടെ ടൈറ്റിലാണ്. പക്ഷെ ടൈറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഏട്ടിയുടെ ഒരു കത്ത്, നാളെ ഞാൻ ചത്തുപോകും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആരും തീവ്രവാദികളായി ജനിക്കുന്നില്ല, സമൂഹ ബാഡ് അവരെ തീവ്രവാദികളാക്കുന്നത്. ഖുദാഗവ. കാജലിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ ശരി.